ഹലോ, മഞ്ചേരി ചോലക്കൽ ചന്തയാണ്. സമയം ഒരുപാടായി, ഉച്ചയായി, ഏകദേശം 12 മണി കഴിഞ്ഞു. അതാണ് 12:30 അങ്ങനെ കാലിയായി തോന്നുന്നത്. അവസാനമാണ് വലിയ വീഡിയോ എടുക്കുന്നത്. ചെറിയ പാക്കാൻ്റെ പന്തലാണ്. വലിയ വലിയ കാളകൾ, സീമക്കാളകൾ, മൂരികൾ ഒക്കെ ഉള്ള ഏരിയയാണ്. അവിടെ വളർത്തു പോത്തുട്ടിയുള്ള ഏരിയ. മേൽഭാഗത്തു നിന്നാണ് കൊടുക്കുന്നത്. ഇവിടെ വേറെ വലിയ കാളകൾ, പോത്തുകൾ, എരുമകൾ. ഒരു ഭാഗത്ത് വണ്ടി കയറ്റി പോകുന്ന കാഴ്ച കണ്ടോ. ഇവിടെ വേറെ പോത്ത് വെച്ചോളൂ. വണ്ടി കയറിനടുത്തു നിന്നാണ് കച്ചവടം. വേറെ നല്ല പോത്തുകൾ കേട്ടോ, അടിപൊളി പോത്തുകൾ. ഏത് പോത്തിന്റെ പൊട്ട പോറുണ്ട് നോക്കണം. പൊട്ട പോറുണ്ട്. മായമൂലൊക്കെ അരിപ്പുറൻ്റെ പോത്താണ്. തിരിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള അവസാന നിമിഷ കച്ചവടം നോക്കുകയാണ്. അവസാന നിമിഷം വല്ലതും നടക്കുമോ? അവിടെയൊക്കെ വണ്ടി കയറലുകൾ നടക്കുന്നുണ്ട്. ആലോചനയില്ലാട്ടോ, അതാ സമയം പോകണം. അങ്ങനെ പേടിച്ചാണെങ്കിൽ നിങ്ങൾ എന്നാ വണ്ടി ഇങ്ങനെ അയാള് പറയുന്ന ആളല്ല. ഞമ്മക്ക് ഇച്ചു പറഞ്ഞേറെ ഒരു 10 രൂപ ഞാൻ ആ വണ്ടിക്കണേ ഹലോ ഞങ്ങൾക്ക് ഈശ്വര വാച്ചമാട നിങ്ങൾക്ക് അങ്ങനെ തിരിയാവും മതി. ഇതാണ് നാടൻ കന്നുകളും വളർത്തുപോത്തുള്ള ഏരിയക്ക് ഇപ്പോൾ നമ്മളെത്തി. വലിയ വീഡിയോ ഒക്കെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. ബസ്മാക്കാൻ്റെ പോത്തുകൾ ഇഷ്ടം പോലെ. ഹനീഫ ഭായ് ഇസ്ലാം അവസാന കട്ടെടുക്കല്ല കഴിഞ്ഞോണ്ടിരിക്കും. ഇവരൊക്കെ നിറച്ച് കന്നുണ്ടതിനൊക്കെ കഴിഞ്ഞു. പിന്നെ മേലെ കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പശുക്കൾ കാര്യങ്ങളുണ്ട്, കുറച്ച് കാളകൾ, ബാക്കിയൊക്കെ കഴിഞ്ഞു.
ഇവിടെ കുറച്ച് മൂരി കാളക്കുട്ടികൾ വളർത്ത് പോത്തിട്ടുള്ള ഗഫൂറൊക്കെ ഇവിടെ ഉണ്ട്. നല്ല പശുക്കളുണ്ടായിരുന്നു ഗീർ ഐറ്റത്തിലൊക്കെ ഉള്ള അതൊക്കെ പോയിക്കണം. വടക്കാൻ കുട്ടികളുണ്ട്, ആചാര്യണ്ട് അവിടെ, മുപ്പര വടക്കാൻ കുട്ടികളുണ്ട്. എത്ര കൊടുക്കേണ്ടി വരും? 27 ഉറുപ്പിക. മാനക്കൊരു പാൽ പശു നിർത്താൻ മാനുവിൻ്റെ മക്കൾക്ക് പാൽ കുടിക്കണം എന്നാണ്. പാൽപ്പച്ചൊക്കെ കൊണ്ടുപോയിട്ടു ഒരാഴ്ച നിർത്തും, പിന്നെ കോലം കെട്ട അപ്പ ഒഴിവാക്കും. ഇന്നാളെ ഒരു പജ്ജ ഉണ്ടായിക്കൊണ്ടിരുന്നത് ബസ്സിലേക്കുന്നത്. ആ പജ്ജ നിർത്തി കുറച്ചൊക്കെ പാലടന്ന് ചോക്കില്ല. അതിന് 360 അവനോട് വരാൻ പറഞ്ഞു. 23 ഉറുപ്പിക വാങ്ങിയത്. ഓനോട് പറഞ്ഞിട്ട് തന്നാളാണ്. ഓനാ കൊണ്ടുപോയി വില പറഞ്ഞില്ല, കൊണ്ടുപോയി 22,000 വാങ്ങണ്ട. പേരാവശ്യം നടക്കാനേ അല്ല ഇപ്പേ പെരീനെ നമുക്ക് ഏസിക്ക് ആവശ്യമില്ല. കാരണം വെച്ചാൽ തണുത്തല്ലോ, അപ്പോൾ ഒരു ഏസി ഒത്തുകിട്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. ഞാൻ പോട്ടോ ഈ പയ്യ പാല് വാങ്ങിയത് എൻ്റെ പേര് അവിടെ 4 മണി കട്ടാം. അല്ല തമാശല്ല, കാറ്റ് കാറ്റ് പറയും. അല്ല നിങ്ങളിനെ ഇവിടെ പറ്റിച്ചില്ല. വാങ്ങിയ പാലിന് വാങ്ങിയ പറ്റുമോ? പാലിട്ടോ കിട്ടോ? ഒരു ഉണ്ണാക്കള കൊടുത്താൽ നന്നാവോ? ബസ്സിൽ പറഞ്ഞാലോ വെയിലധികം കൊണ്ടത് പോയി മാറി തമിഴ്നാട്ടിൽ ഇന്നലെ വന്നാണ്. ഇതോ ഈ പറ്റി തന്റെ മുഞ്ചി എന്റെ മോശം ക്യാമറ കണ്ട് കാണുമ്പോ പെരീക്ക് പറ്റി വാങ്ങിയ പാലില് നമ്മോട് കണ്ട അഭിപ്രായം ചോദിച്ചപ്പോ ഒരാള് പറയാൻ തക്കടില്ല, ഒരാള് പറയാം അതിനാണ് മുഞ്ചി ഇന്ത്യ ചെയ്യാറുണ്ട്. ഒരു പറഞ്ഞതല്ല ഞാൻ വാങ്ങി 2000 കുറച്ച് നമ്മുടെ ഇതിനത് വാലുണ്ടാവും.